കരടിയും പുലിയൊക്കെ ഉണ്ടാവോ? എന്നാൽ പിന്നെ നമുക്കൊരു ഹായൊക്കെ പറഞ്ഞിട്ട് പോവാം അല്ലേ? ഈ പുലീനെയും കരടിനെയും കാണാനല്ല ഞാൻ ഈ ചുരം കയറി പോകുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരിടത്തേക്കാണ്. അതെ, എൻ്റെ അമ്മയുടെ വീട്. പറഞ്ഞു വന്നത് വീട് കാണിക്കാനല്ല. ദേ, ഇതാണ് എൻ്റെ അപ്പച്ചൻ, അതായത് അമ്മയുടെ പപ്പ. ഞങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നല്ലേ? കൂടെ വാ, പോയി നോക്കാം. പണ്ട് വീട് വിറപ്പിച്ച ആളായിരുന്നെങ്കിലും ഞങ്ങൾ പേരക്കുട്ടികളോട് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ആ വടി എന്നെ തല്ലാനൊന്നുമല്ല, ചോദിച്ചപ്പോൾ വരുന്ന വരവാണത്. അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളുടെ വീടിന് മുന്നിലുള്ള ഫോറസ്റ്റിലേക്ക് കിടക്കുകയാണ്. വെയിലിന് മുമ്പ് നമ്മളെയും പ്രതീക്ഷിച്ച് 2 പേര് അവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പച്ചൻ നല്ലൊരു ചിരിയൊക്കെ പാസ്സാക്കി ഞങ്ങളിങ്ങനെ പോവുകയാണ്. പുലിയും കരടിയും ഉണ്ടാവുന്ന തമാശയ്ക്ക് പറഞ്ഞെങ്കിലും പലപ്പോഴും ആനയും പുലിയും ഒക്കെ വിസിറ്റിങ്ങിന് വരാറുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ അപ്പച്ചനുള്ള ധൈര്യം ഉണ്ടെങ്കിലും 4 ദിക്കിലും കണ്ണൊടിച്ചാണ് എൻ്റെ നടപ്പ്. ഇതിപ്പോൾ വേനലായതുകൊണ്ടാട്ടോ ഇവിടെ ഇങ്ങനെ, അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ, നല്ല പച്ചപ്പൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഈ കുഞ്ഞിതിൽ എൻ്റെ ഒരു 2-3 വർഷം അപ്പച്ചൻ്റെയും അമ്മച്ചൻ്റെയും കൂടെ ആയിരുന്നു. അന്നൊക്കെ ഞങ്ങൾ ഫുൾ ഫോറസ്റ്റിലൊക്കെ തന്നെയായിരുന്നു കളിയൊക്കെ ഉണ്ടായിരുന്നത്. അയ്യോ, ഒന്ന കാര്യം മറന്നു. ഇവരാണ് നമ്മൾ കാത്തിരിക്കുന്ന 2 പേര്. അപ്പം ഇവർ വെയിലിന് മുമ്പ് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാനും അപ്പച്ചനും വന്നിട്ടുള്ളത്. അപ്പം അപ്പച്ചൻ്റെ അവരെ കെട്ടിയിട്ടുള്ള കയറൊക്കെ ഇങ്ങനെ അഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനും അപ്പച്ചൻ്റെ കൂടെ ഇങ്ങനെ വീഡിയോ എടുത്തും അപ്പച്ചനോട് ഓരോ വിശേഷം പറഞ്ഞും ഇങ്ങനെ അപ്പച്ചൻ്റെ കൂടെ നടക്കുകയാണ്. കാണുമ്പോൾ ഒരു പേഴ്സണായി തോന്നുമെങ്കിലും ഞാൻ അപ്പച്ചനെ സഹായിക്കുകയായിരുന്നു. സോ ഞങ്ങൾ ആ കെട്ടൊക്കെ അഴിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പണ്ട് ഇതുപോലൊരു ആവേശത്തിന് കയറ് പിടിച്ചതിൻ്റെ പാട് ഇപ്പോഴും എൻ്റെ കാൽമുട്ടിലുണ്ട്. അതുകൊണ്ട് കുറച്ച് പേടിച്ചിട്ടാണ് അതൊക്കെ പിടിച്ചത്. അങ്ങനെ അവർ രണ്ടാളെയും സ്വതന്ത്രരായിട്ട് വിട്ടു. അപ്പച്ചൻ അങ്ങനെ നടക്കുമ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാലെങ്ങാനും കയറ് തട്ടുമെന്ന് ഞാനത് അപ്പച്ചൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം നല്ല വെടിയൊച്ച കേൾക്കുന്നുണ്ടായിരുന്നു, വെടി പൊട്ടുന്ന സൗണ്ട്. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു അത് എന്താണ്. അപ്പം നമുക്ക് അവിടെ നല്ല കുരങ്ങൻ്റെ ശല്യമുണ്ട് പല സ്ഥലങ്ങളിൽ. അപ്പോൾ കുരങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ട് വെടി പൊട്ടിക്കുന്നതെന്നാണ് അപ്പച്ചൻ പറഞ്ഞത്. അങ്ങനെ ഓരോ വിശേഷം പറഞ്ഞും പണ്ട് ഞാൻ ഇതിലൂടെ കളിച്ച് വളർന്നതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങൾ റോട്ടിലെത്തി. അവരിതാ മുമ്പിൽ പോകുന്നുണ്ട്. നമുക്കങ്ങനെ വാഹനങ്ങളൊന്നും അധികം ഉണ്ടാവില്ല ആ ഭാഗത്ത്. പിന്നെ ഞങ്ങളുടെ റോഡെന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മൾ ഫോറസ്റ്റിൻ്റെ അടുത്തായതുകൊണ്ട് അവിടെ റോഡ് ടാറിടാനൊന്നും പെർമിഷൻ ഉണ്ടായിരുന്നില്ല. സോ എൻ്റെ അങ്കിളും അവിടുത്തെ കുറച്ച് നാട്ടുകാരും എല്ലാവരും കൂടെ മുൻകൈ എടുത്താണ് നമ്മുടെ റോഡ് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളത്. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അങ്ങനെയും പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഇത്രയും നല്ല ഭംഗിയാവാന്നുള്ളത്. സോ അതിനുശേഷം ഇവരിതാ ഇങ്ങനെ നടക്കുകയാണ്. അവർക്ക് നമ്മൾ വീടൊന്നും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. വീടെന്ന് വെച്ചാൽ അവരുടെ തൊഴുത്തൊന്നും കാണിച്ചു കൊടുക്കൊന്നും വേണ്ട. അവർക്ക് കറക്റ്റ് സ്ഥലം അറിയാം. അതിതാ ഇങ്ങനെ തട്ടി ഇങ്ങനെ നിന്ന് അവിടെയുള്ള പുല്ലൊക്കെ പറിക്കുമ്പോൾ അപ്പച്ചൻ്റെ കയ്യിലുള്ള കുഞ്ഞു വടി വെച്ച് ചെറിയൊരു അടിയൊക്കെ കിട്ടുമ്പോൾ നേരെ നടക്കും. ഇതാണ് നമ്മളുടെ വീട്. അമ്മയുടെ വീടാണിത്. ഞാൻ വീടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറൊരു ഇതിൽ ചെയ്യാം. ദെൻ അവർ നേരെ അങ്ങോട്ട് നടന്നു. അവിടെ അങ്കിൾ കുറച്ച് പുല്ലും മരത്തിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടി കിട്ടിയിരുന്നു. അതൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷത്തോടെ അവരിങ്ങനെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ അപ്പച്ചൻ ഈ പ്രായത്തിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരാറുണ്ട്. പക്ഷേ അപ്പച്ചനോട് പറഞ്ഞാൽ കേൾക്കണ്ടേ, അപ്പച്ചൻ്റെ ലോകം ഒക്കെയാണ്. അപ്പോൾ ബൈ.